കറുത്ത പുഴകൾ കൊണ്ട് ഭയങ്കര ശല്യം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നിറച്ച് കറുതായിട്ട് ആരേലും മറുതിയാണ്. ടെർമിനേറ്റർ വേറെ എല്ലാം പരീക്ഷിച്ച് നോക്കി, ഉപ്പിട്ട് നോക്കി, എല്ലാ പരിപാടിയും നോക്കി, ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇത് മറ്റു ചെടികളിൽ അടിക്കുമ്പോൾ എൻ്റെ കൂമ്പിലടിച്ചപ്പോൾ അത് കരിഞ്ഞു പോയി. ഇവിടെ കരിഞ്ഞ് എന്താ കരിഞ്ഞു പോയി. അപ്പോൾ പക്ഷെ എൻ്റെ കടഭാഗങ്ങളിൽ കുഴപ്പമില്ല. ഇതൊക്കെ ചത്ത് കിടക്കണം. ഇപ്പോൾ ഒക്കെ ചത്തിരിക്കണല്ല. ഒരു ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഭയങ്കര ശല്യമാണ്. എന്ത് ചെയ്തിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. ഉപ്പിട്ട് നോക്കി, എല്ലാം ചെയ്ത് വേപ്പം പിണ്ണാക്കിട്ട് നോക്കി, ഒരുവിധം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒന്നിലും ചാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ടെർമിനേറ്റർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ മെയിനായിട്ട് കിട്ടിയിരുന്നു. ടെർമിനേറ്റർ ഈ സാധനം മണ്ണെണ്ണയ്ക്ക് സമാനമാണ്. അതുകൊണ്ട് മാത്രമേ എല്ലാം ചാവുന്നുള്ളൂ. ഇതടിച്ചതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിക്കണം. കടയിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതുവരെ അതിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടുമൊക്കെ ചെയ്ത് നോക്കിയാണ്. എൻ്റെ കടയിൽ നിറയെ വെള്ളം ഒഴിച്ചു. പിന്നെ ഇന്നലെ നല്ല മഴയും കിട്ടി, രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. ചെടിക്കൊന്നും ഒരു പ്രശ്നം കാണുന്നില്ല. ഇതെല്ലാം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തു പോകുമ്പോൾ വെള്ളമൊഴിച്ച് നല്ലോണം തണുപ്പിച്ച് ക്ലീനാക്കി കൊടുത്താൽ വെള്ളം ഡ്രെയിനാക്കി അടിക്കടി പോയാൽ മതി. അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് ഇതെല്ലാവരും ചത്തിരിക്കണൊക്കെ. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് കേട്ടോ, എല്ലാം കുഞ്ഞുങ്ങളാണ്. വലുതിനൊക്കെ ഒരുവിധം കൊന്നു കളഞ്ഞു. ഇതൊക്കെ കുഞ്ഞുങ്ങൾ പടിയിൽ വരുന്നതാണ്. അങ്ങോട്ടേക്കൂടെയൊക്കെ നിറയെ കുഞ്ഞുങ്ങളുണ്ട്. 2 ചട്ടിയിൽ 50 ചട്ടിയിലും നിറയുന്നുണ്ട്. ചട്ടിയുടെ പുറത്തൊക്കെ ഇരിക്കണത് മക്കളെല്ലാം ചത്തിരിക്കും. ഓരോരുത്തരും ചെയ്യാനുണ്ടല്ലോ. അത് വയറ്റില ഉള്ളിൽ നിന്ന് വരുന്നതാണൊക്കെ. അതിപ്പോൾ ഒന്നാണ് കാണിച്ചു തരാം. ഒരിക്കൽ നോക്കട്ടെ. എൻ്റെ പണി കഴിഞ്ഞു. അതിപ്പോൾ പണി കഴിയുന്നില്ല. തീർന്നു. ടെർമിനേറ്ററിനും മേടിക്കാൻ ടെർമിനേറ്റർ തീർന്നിരിക്കുക. അതെ, ചെതലിനടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്നതാണ് ഇവിടെ. അപ്പോൾ എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് നിവൃത്തിയിലുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കിയാണ്. ഇത് ചെടിക്ക് അപകടമാണോ? സാധാരണ ചെടിക്ക് കടിച്ചാൽ അതോടുകൂടി ചെടിയുടെ പണി കഴിയും. എന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ടും വലിയത് കാണുന്നില്ല, വലിയ കുഴപ്പം കാണുന്നില്ല. ഡ്രാഗൺ ചെടിയും ഇടയ്ക്കൊന്നും ഇങ്ങനെ അടിച്ച് ക്ലിയറാക്കി എടുക്കണം. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഇതൊക്കെ ചെത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം കടയിലായിട്ടുണ്ടെങ്കിൽ. കറുത്ത പുഴകൾ കൊണ്ട് ഭയങ്കര ശല്യം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നിറച്ച് കറുതായിട്ട് ആരേലും മറുതിയാണ്. ടെർമിനേറ്റർ വേറെ എല്ലാം പരീക്ഷിച്ച് നോക്കി, ഉപ്പിട്ട് നോക്കി, എല്ലാ പരിപാടിയും നോക്കി, ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇത് മറ്റു ചെടികളിൽ അടിക്കുമ്പോൾ എൻ്റെ കൂമ്പിലടിച്ചപ്പോൾ അത് കരിഞ്ഞു പോയി. ഇവിടെ കരിഞ്ഞ് എന്താ കരിഞ്ഞു പോയി. അപ്പോൾ പക്ഷെ എൻ്റെ കടഭാഗങ്ങളിൽ കുഴപ്പമില്ല. ഇതൊക്കെ ചത്ത് കിടക്കണം. ഇപ്പോൾ ഒക്കെ ചത്തിരിക്കണല്ല. ഒരു ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഭയങ്കര ശല്യമാണ്. എന്ത് ചെയ്തിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. ഉപ്പിട്ട് നോക്കി, എല്ലാം ചെയ്ത് വേപ്പം പിണ്ണാക്കിട്ട് നോക്കി, ഒരുവിധം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒന്നിലും ചാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ടെർമിനേറ്റർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ മെയിനായിട്ട് കിട്ടിയിരുന്നു. ടെർമിനേറ്റർ ഈ സാധനം മണ്ണെണ്ണയ്ക്ക് സമാനമാണ്. അതുകൊണ്ട് മാത്രമേ എല്ലാം ചാവുന്നുള്ളൂ. ഇതടിച്ചതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിക്കണം. കടയിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതുവരെ അതിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടുമൊക്കെ ചെയ്ത് നോക്കിയാണ്. എൻ്റെ കടയിൽ നിറയെ വെള്ളം ഒഴിച്ചു. പിന്നെ ഇന്നലെ നല്ല മഴയും കിട്ടി, രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. ചെടിക്കൊന്നും ഒരു പ്രശ്നം കാണുന്നില്ല.
ഇതെല്ലാം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തു പോകുമ്പോൾ വെള്ളമൊഴിച്ച് നല്ലോണം തണുപ്പിച്ച് ക്ലീനാക്കി കൊടുത്താൽ മതി. വെള്ളം ഡ്രെയിനാക്കി അടിക്കടി പോയാൽ മതി. അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് അതെല്ലാവരും ചത്തിരിക്കണൊക്കെ. ഇതൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം കുഞ്ഞുങ്ങളാണ്. വലുതിനൊക്കെ ഒരുവിധം കൊന്നു കളഞ്ഞ്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ പടിയിൽ നിന്ന് വരുന്നതാണ്. അങ്ങോട്ടേക്കൂടെയൊക്കെ നിറയെ കുഞ്ഞുങ്ങളുണ്ട്. 2 ചട്ടിയിൽ 50 ചട്ടിയിലും നിറയുന്നുണ്ട്. ചട്ടിയുടെ പുറത്തൊക്കെ ഇരിക്കണത് മക്കളെല്ലാം ചത്തിരിക്കും. ഓരോരുത്തരും ചെയ്യാനുണ്ടല്ലോ. അത് വയറ്റിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണൊക്കെ. അതിപ്പോൾ കൊന്നാണ് കാണിച്ചു തരാം. ഒരിക്കൽ നോക്കട്ടെ. എൻ്റെ പണി കഴിഞ്ഞു. അതിപ്പോൾ പണി കഴിയുകയില്ല. തീർന്നു. ടെർമിനേറ്റർ മേടിക്കാൻ ടെർമിനേറ്റർ തീർന്നിരിക്കുക. അതെ, ചെതലിനടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്നതാണ് ഇവിടെ. അപ്പോൾ എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് നിവൃത്തിയിലുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കിയാണ്. പക്ഷെ ഇത് ചെടിക്ക് അപകടമാണോ? സാധാരണ ഇടയ്ക്ക് കടിച്ചാൽ ചെടി അതോടുകൂടി ചെടിയുടെ പണി കഴിയും. ഇതിപ്പോൾ ദ്രാവം പൊട്ടുമ്പോൾ വലിയത് കാണുന്നില്ല, വലിയ കുഴപ്പം കാണുന്നില്ല. ദ്രാവം ചെടിയുമ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ അടിച്ച് ക്ലിയറാക്കി എടുക്കണം. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഇതൊക്കെ ചെത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം കടയിലായിട്ടുണ്ടെങ്കിൽ.